നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ഞപ്പിത്തം പടരുന്നു. കളമശ്ശേരിയിൽ കൂടുതൽ കേസുകൾ. ഒരാഴ്ചക്കിടെ 28 രോഗികൾ, 10 പേർ ചികിത്സയിൽ. വേങ്ങൂരിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് എറണാകുളം ജില്ലാ കളക്ടർ. കൊച്ചിയിൽ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന. 5 ഹോട്ടലുകൾ പൂട്ടിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കും. ശക്തമായ കാറ്റിനും സാധ്യത. തിങ്കളാഴ്ച മുതൽ തീവ്ര മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കാസർഗോഡ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ നിർണായക ദൃശ്യം ന്യൂസ് 18. പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കസ്റ്റഡിയിൽ. ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്ത് പോലീസ്. തിരുവനന്തപുരം തൈക്കാട് ബ്യൂട്ടി പാർലർ ഉടമ മരിച്ച നിലയിൽ. മരിച്ചത് തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശി ഷീല. മൃതദേഹത്തിന് 2 ആഴ്ചയിലേറെ പഴക്കം. മണിമലയാറ്റിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കോത്തലപ്പടി സ്വദേശി ബിജി. അപകടം കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോൾ. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ പോളിടെക്നിക് വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ. വാർത്തകളിലേക്ക് വിശദമായി. എറണാകുളം കളമശ്ശേരിയിൽ കൂടുതൽ മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ചക്കിടെ 28 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അതേസമയം എറണാകുളം വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനവുമായി ബന്ധപ്പെട്ട് മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് എറണാകുളം ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. രോഗവ്യാപനത്തെ തുടർന്ന് ജില്ലയിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. കളമശ്ശേരി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശീതളപാനീയ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ആരോഗ്യകരമല്ലാത്ത ചുറ്റുപാടിൽ പഴങ്ങളും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന ജ്യൂസ് കടകളും ചായക്കടകളും അടപ്പിക്കുകയും ചെയ്തു. കാലാവധി കഴിഞ്ഞ ആഹാര പദാർത്ഥങ്ങൾ സൂക്ഷിച്ചിരുന്ന 5 സ്റ്റാർ ചിപ്സ് എന്ന സ്ഥാപനത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. HMT സീപോർട്ട് എയർപോർട്ട് റോഡിൽ 2 താൽക്കാലിക ശീതളപാനീയ സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 10ഓളം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ 5 സ്ഥാപനങ്ങളാണ് പൂട്ടിയത്. വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കളമശ്ശേരിയിൽ കൂടുതൽ മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഒരാഴ്ചക്കിടെ 28 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 10 പേർ എറണാകുളം ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതോടൊപ്പം നഗരസഭയുടെ കീഴിലുള്ള എല്ലാ ജലസ്രോതസ്സുകളും വൃത്തിയാക്കുവാനും ക്ലോറിനേഷൻ നടത്തുവാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭ പ്രതിരോധ ബോധവൽക്കരണ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. അതിനിടെ മഞ്ഞപ്പിത്ത രോഗബാധ പടർന്നു പിടിച്ച എറണാകുളം വേങ്ങൂരിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ജില്ലാ കളക്ടർ. RDO ഷൈജു പി ജേക്കബിനാണ് അന്വേഷണ ചുമതല. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കൈമാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രോഗികളുടെ മരണകാരണം, മഞ്ഞപ്പിത്തം രോഗം വ്യാപിച്ചത് എന്തുകൊണ്ടാണ് എന്നീ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. അതിനിടെ വേങ്ങൂരിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 200 കടന്നു. 6 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് തീവ്ര മഴ ലഭിക്കും. ഈ സാഹചര്യത്തിൽ ചൊവ്വാഴ്ച 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പ്രതിയുടെ CCTV ദൃശ്യം ന്യൂസ് 18. സംഭവം നടന്ന വീടിന് സമീപത്തെ CCTV ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളവരും CCTV ദൃശ്യങ്ങളിൽ ഉള്ളതും ഒരേയാൾ തന്നെയാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന.
കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനായി ഈ പ്രതി എത്തുന്ന CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ നിർണായകമാണ് കേസിൽ ഈ ദൃശ്യം. എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ ആളുമായി ഈ ദൃശ്യത്തിന് ഏതെങ്കിലും സാമ്യമുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിൽ സംശയിച്ച് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളയാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ DNA പരിശോധനാ ഫലം വരാൻ കാത്തിരിക്കുകയാണ്. അതിന് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അത് വന്നാൽ മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു. കാരണം ഈ സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞു. ഇപ്പോഴും ഇതിന്റെ യഥാർത്ഥ പ്രതിയെ പിടികൂടാനായിട്ടില്ല. ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സംശയം തോന്നുന്ന ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഈ സംഭവത്തിന്റെ പിന്നിൽ ഉള്ള ആളാണോ എന്ന കാര്യത്തിലാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ കൊച്ചിയിലേക്ക് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിലും ഇയാൾ പ്രതിയാണ്. പടന്നക്കാട് മുളക് പൊടി വിതറി അതിക്രമം നടത്തിയ കേസിലും പ്രതിയാണ്. ഇത്തരത്തിൽ നിരവധി കേസുകളിലെ പ്രതിയായ ഇയാൾ പൂർണ്ണമായും ലഹരിക്കടിമയാണ്. ഈ രാത്രികാലങ്ങളിൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഇയാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട് എന്നാണ് നാട്ടുകാരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാളിലേക്ക് കാര്യങ്ങൾ എത്തിയതായാലും ഇയാളെ ബന്ധു വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. നിലവിൽ 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ ഏറ്റവും ഈ സംഭവം നടത്തിയ ഈ കൃത്യം നടത്തിയ ആൾ ഇയാളാണെന്ന കാര്യത്തിലാണ് ഒരു സംശയമുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ല ഇതുവരെ. പെൺകുട്ടി നൽകിയ മൊഴിയും ഇത്തരത്തിലാണ്. ഈ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള വെളുത്ത ഒരാൾ എന്നാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ മൊഴി നൽകിയിരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ച CCTVക്ക് പുറമെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും CCTV ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും പ്രത്യേക സംഘങ്ങളാക്കിയുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇപ്പോൾ കസ്റ്റഡിയിൽ സംശയിച്ചുള്ള ആളെ കുറിച്ചുള്ള കാര്യങ്ങളും പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരുന്നത്. എന്തായാലും DNA പരിശോധനാ ഫലം നിർണായകമാണ്. നാളെ രാവിലെയോടുകൂടി മാത്രമേ ഇത് കിട്ടൂ എന്നാണ് പോലീസ് പറയുന്നത്. ഇത് ലഭിച്ചാൽ മാത്രമേ ഈ പ്രതിയെ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസിനാവും. എന്തായാലും ഇപ്പോൾ ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ടും ഇതിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് ആവാത്തത് എന്തായാലും ആ രീതിയിൽ വരുന്നുണ്ട്. ഏതായാലും പോലീസ് വലിയ സമ്മർദ്ദത്തിലായിട്ടുണ്ട്. വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി DIG സ്ഥലത്തെത്തുന്നുണ്ട്. DIG ഇന്ന് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യും. ഏതെങ്കിലും തരത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞാൽ നാളെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോളാർ സമര വിവാദത്തിൽ ചെറിയാൻ ഫിലിപ്പ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം തിരുവഞ്ചൂർ രാഷന്റെ വീട്ടിലേക്ക് ജോൺ ബിട്ടാസും ഞാൻ ഒരുമിച്ചാണ് പോയത്. അന്ന് ഞങ്ങളെ അലട്ടിയ പ്രശ്നം ഈ സമരം മുന്നോട്ട് പോയാൽ ആര് രക്ഷപ്പെടും, ആര് ശിക്ഷിക്കപ്പെടും എന്നുള്ളതല്ല. അവിടെ രക്ഷയുടെയോ ശിക്ഷയുടെ പ്രശ്നമില്ല. അങ്ങനെ ഒരു സമരം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും ആളുകൾ കൂട്ടത്തോടെ വന്നാൽ നിയന്ത്രിക്കാനാവാതെ പാർട്ടി പ്രവർത്തകന്മാരെ നിയന്ത്രിക്കാൻ നേതാക്കൾക്കും കഴിയില്ല, പോലീസുകാരെ നിയന്ത്രിക്കാനും കഴിയില്ല. അങ്ങനെ വന്നാൽ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകാനിടയുള്ള ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞങ്ങൾ പങ്കുവച്ചത്. തിരുവഞ്ചൂർ രാഷനും അതിനോട് യോജിച്ചു. അതിന് അടുത്ത ദിവസവും ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ജോൺ ബിട്ടാസ് അതിൽ പങ്കാളിയായത്. ഞാൻ സംസാരിച്ച വിഷയം സ്വാഭാവികമായും തിരുവഞ്ചൂർ രാഷ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ച് കാണണം. ഞങ്ങൾക്കൊക്കെ അടുപ്പമുണ്ടായിരുന്ന പിണറായി വിജയനുമായി കോടിയേരി ബാലകൃഷ്ണനുമായി ജോൺ ബിട്ടാസും ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷെ അന്ന് സമരം ഒത്തുതീർപ്പ് എത്തിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമായിരുന്നു. സാധാരണഗതിയിൽ ഒരു സമരം വരുമ്പോൾ ആ സമരം നാശോന്മുഖമായ രീതിയിലേക്ക് പോയാൽ 2 മുന്നണികളെയും ബാധിക്കും. അതുകൊണ്ട് ഒരു മാന്യമായ കരാറിൽ ഏർപ്പെടണമെന്ന സതുദ്ദേശമാണ് എന്നെ അലട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാനതിൽ മുന്നോട്ട് പോയത്. അതിൽ വളരെ സ്വദേശപരമായ ഒരു നിലപാടാണ് ജോൺ ബിട്ടാസും സ്വീകരിച്ചത്. മാത്രമല്ല, രാജിവെക്കുക എന്നുള്ളത് അപ്രായോഗികമാണെന്നുള്ള സന്ദേശമാണ് അവിടുന്ന് കിട്ടിയത്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തണമെന്ന നിലപാടാണ് ഇവിടെ നിന്നും ഉണ്ടായത്. അങ്ങനെ CPMമായി നടത്തിയ ചർച്ചകളിൽ ഞാൻ പങ്കാളിയായിരുന്നില്ല. ബിട്ടാസ് പങ്കാളിയായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായിരുന്നാലും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റില്ല. അതൊരു ഘടകമായിരിക്കാം. പക്ഷേ 2 മുന്നണികളും വീണ്ടും വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ 13-ാം തീയതി രാവിലെ അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേരുകയും മന്ത്രിസഭാ യോഗം
ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അടിയന്തരമായി LDFന്റെ യോഗം വിളിച്ചുകൂട്ടി അവിടെ വെച്ച് ഈ സമരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ആ സമരം ഉപേക്ഷിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായിരുന്നത് CPM അണികളും പ്രവർത്തകരുമായിരുന്നു. വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായ സന്തോഷമായിരുന്നു അവർക്കുണ്ടായത്. കേരള ജനതയും അതിൽ ആശ്വാസകരമായിരുന്നു. അത് സോളാർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും ബാധിച്ചിരുന്നില്ല. പിന്നീട് അതിന്റെ അന്വേഷണങ്ങൾ നടന്നു, ജുഡീഷ്യൽ അന്വേഷണം നടന്നു, പിന്നീട് മറ്റന്വേഷണങ്ങൾ നടന്നു എന്നുള്ള ചരിത്ര വസ്തുതയായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് രാവിലെ ഒരു മാധ്യമ അഭിമുഖത്തിൽ ഇതിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട്, എന്റെ ഫോണിലാണ് സംസാരിച്ചതെന്ന കാര്യം ശ്രീ ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ ദാസും സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടത്. ആരാണ് മുൻകൈ എടുത്തത് എന്നുള്ള ഒരു പ്രസക്തമല്ല. രണ്ടുപേരുടെ ആവശ്യമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് മുൻകൈ എടുത്തു എന്ന് പറയുന്നതാണ് ശരി. താല്പര്യമെടുത്തത് തിരുവഞ്ചൂർ ദാസും ഞാനും തമ്മിൽ നടന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തത് ഞാൻ തന്നെയാണെന്ന് പറയാം. അല്ല, ഞാൻ സംസാരിച്ച രണ്ടു വിഭാഗത്തിൽ നിന്നും ഞാൻ CPMന്റെ അല്ല, ഞാനത് CPMന്റെ ഭാഗമായിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന കാര്യം, തുടർന്ന കാര്യം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജോൺ ബ്രിട്ടാസിനും അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്നോടൊപ്പം തിരുവനന്തപുരത്ത് വരില്ലല്ലോ. അല്ല, അവിടെ ആര് മുൻകൈ എടുത്തു എന്നുള്ളതിന് പ്രസക്തിയില്ല. അതൊരു വിവാദമാക്കാൻ രണ്ടുപേരും ഒരുമിച്ച് ഒത്തീർപ്പ് കാണണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടനത്തിൽ ഒരു അങ്ങനെയാണെങ്കിൽ ഞാൻ തുറന്നു പറയുന്നു, രണ്ടുപേർക്കും ആഗ്രഹമുണ്ടായിരുന്നു. മുൻകൈ എടുക്കുന്നതിൽ രണ്ടു കൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഒരു രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ആവശ്യം വന്നപ്പോൾ അതിൽ നിന്ന് തലയുരേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെയും UDFന്റെ ആവശ്യമായിരുന്നു. അതേസമയം ഒരു സമരത്തിൽ ചെന്ന് പെട്ട് ആ സമരത്തിൽ നിന്ന് ഊരിക്കൊണ്ടുപോകേണ്ടത് LDFന്റെ ആവശ്യമായിരുന്നു. എനിക്കറിയില്ല. ഞാൻ ഇടപെട്ട കാര്യം ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് സ്ഥിരീകരിക്കാന്നല്ലാതെ ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ല. അതെനിക്കറിയില്ല. ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കൈ എന്റെ സുഹൃത്താണ്. അദ്ദേഹം ഇപ്പം ഒരു റിട്ടയറിന് ശേഷം അദ്ദേഹം പുസ്തകം എഴുതുന്നു. അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതുന്നതിൽ തെറ്റില്ല. അത് അദ്ദേഹത്തിന്റെ മാത്രം അവകാശമാണ്. ഞാനത് ചോദ്യം ചെയ്യുന്നില്ല. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ജോൺ ബ്രിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത് തിരുവഞ്ചൂർ ദാസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആ ദൃക്സാക്ഷി എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ കുറച്ചു മുമ്പ് പ്രതികരിച്ച തിരുവഞ്ചൂർ പറയുന്നത് തന്നെ ഇങ്ങോട്ട് ബ്രിട്ടാസ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ വിളിക്കുകയായിരുന്നു. അല്ല, എന്നെ വിളിച്ചപ്പോൾ ബ്രിട്ടാസ് കൊടുത്തു എന്ന് പറയുന്നതാണ്. എന്നെ വിളിച്ചു എന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. കാരണം എന്നെ വിളിച്ച ഫോണിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? എന്താ, എനിക്കെപ്പോ ഉണ്ടായിരുന്ന ബ്രിട്ടാസാണ്. എന്നെ ഫോണിൽ വിളിച്ചത് തിരുവഞ്ചൂർ ദാസാണ്. തിരുവഞ്ചൂർ ദാസ് വിളിച്ചപ്പോൾ എന്നോട് സംസാരിക്കുന്നതിനിടയിൽ സംസാരിച്ചപ്പോൾ ബ്രിട്ടാസ് എടുത്തുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ കൊടുക്കുകയായിരുന്നു. അതായത് തിരുവഞ്ചൂർ ദാസാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അല്ലല്ല തിരുവഞ്ചൂർ ദാസനും ബ്രിട്ടാസും ഞങ്ങളെല്ലാം സുഹൃത്തുക്കൾ തന്നെയാണ്. അല്ല, അവിടെയൊക്കെ രൂപപ്പെട്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിൽ അത്ഭുതമായ സൗഹൃദമുണ്ടല്ലോ. അപ്പൊ ഒരു പ്രധാനപ്പെട്ട അങ്ങനെയല്ല. ഞാൻ ബ്രിട്ടാസിന്റെ അടുത്താണ് ഇരിക്കുന്നത് തിരുവഞ്ചൂർ പറഞ്ഞപ്പോൾ ബ്രിട്ടാസ് അടുത്തുണ്ട്, ഞാൻ അങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാനാണ് പറഞ്ഞത്.
അല്ല അത് കഴിഞ്ഞ ധാരണ ഉണ്ടായിക്കാണും. ഞാൻ സംസാരിക്കുന്നതും ബ്രിട്ടാസുമായി ഫോൺ സംസാരിക്കുന്ന 2 ദിവസം മുമ്പാണ്. അത് കഴിഞ്ഞ് പിന്നീട് ധാരണ ഉണ്ടായതാണ്. ധാരണ ഉണ്ടാകുന്നത് അല്ല, അന്നും CPM-ന്റെ ഉന്നതനായ നേതാവ് തന്നെയാണ്. അദ്ദേഹം പാർട്ടി അംഗമാണ്. ഞാൻ പാർട്ടി അംഗമല്ല. തിരുവഞ്ചൂരിന്റെ ഓഫീസിൽ ബ്രിട്ടാസും ഞാൻ ഒരുമിച്ചാണ് പോയത്. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോയത് പിന്നീടാണ്, അന്നല്ല. അന്ന് ഞങ്ങൾ മടങ്ങി വരികയാണ് ചെയ്തത്. അന്ന് ഞാനും ബ്രിട്ടാസിന്റെ കാറിലാണ് ഞാൻ പോയത്. ഞാൻ മടങ്ങി വന്നത് ബ്രിട്ടാസിന്റെ കാറിലാണ്. എന്ന് ബ്രിട്ടാസ് പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ അതിനുശേഷം പിന്നീട് കണ്ടുവന്നവരെ ബ്രിട്ടാസ് തന്നെ പറയുന്നുണ്ട്, കണ്ടുവെന്ന് പറയുന്നുണ്ട്. പിന്നീടുള്ള തുടർ ചർച്ചകളിൽ ഞാൻ പങ്കാളിയല്ല. അത് അവസാനിപ്പിച്ചതിൽ കൃത്യമായ പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം. കാരണം അന്ന് ഇടതുമുന്നണിയുടെ നേതാവായിരുന്ന ഇപ്പോഴത്തെ നേതാവാണ്, അന്ന് സജീവ നേതാവായിരുന്ന സീതുവാണ് ഒരു പൊളിറ്റിക്കൽ ധാരണ എടുത്ത അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ എന്താണ് ഡീൽ എന്ന് എനിക്കറിയാം. ഒരു ഡീലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടായിട്ടില്ല. കേരളം ഒരു കലാപഭൂമിയാകുന്ന സംഘർഷത്തിൽ ഒഴിവാക്കണമെന്ന സതുദ്ദേശം മാത്രമേ രണ്ടുപേർക്കും ഉണ്ടായിരുന്നുള്ളൂ. ആ സത്യം. അതായത് ഈ സമരം തീരുമാനിക്കുന്നത് LDF-ന്റെ മീറ്റിംഗിലാണ്. LDF-ന്റെ മീറ്റിംഗിൽ ഇത് പറയുമ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും CPM നേതാക്കന്മാരും CPI നേതാക്കളും എല്ലാവരും ഉണ്ടല്ലോ. ആ മീറ്റിംഗിൽ ഇങ്ങനെ നിർദ്ദേശം വയ്ക്കുമ്പോൾ ചില ആളുകൾ അന്ന് തന്നെ അത് അപ്രായോഗികമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പൊതു തീരുമാനം എടുത്തപ്പോൾ പിന്നീട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. ജില്ലാ സെക്രട്ടറിമാർ തന്നെ കുപിതരാകുന്ന കാഴ്ച ഞാൻ കണ്ടതാണ് AK സെന്ററിൽ. ഇതെന്തിനാണ് ഈ സമരം എന്ന്. പക്ഷേ അപ്പോൾ എല്ലാവരും അത് DS-ന്റെ പിടിവാശിയാണെന്ന് പറഞ്ഞു എന്നത് എനിക്കറിയാം. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. താല്പര്യമെടുത്തത് ആരെയെന്നുള്ളതൊരു പ്രസക്തമല്ല. താല്പര്യമെടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് കൂട്ടരും ചായ ചർച്ച നടന്നിട്ടില്ല. ഇവിടെ നടക്കുന്നത് അന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ രാജി എന്ന് പറയുന്നത് നടക്കില്ല എന്ന് തിരുവഞ്ചൂർ ആദ്യം തന്നെ ഉറപ്പിച്ച് പറഞ്ഞു. രണ്ടാമത് ജുഡീഷ്യൽ അന്വേഷണം ആലോചിക്കാം. അപ്പോഴും LDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായ കാരണം ജുഡീഷ്യൽ അന്വേഷണം പോരാ, മുഖ്യമന്ത്രിയുടെ ഓഫീസും അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് വിടണം എന്ന മന്ത്രിസഭാ തീരുമാനം വന്നതിന് ശേഷമാണ് സമരം വിഡ്രോ ചെയ്യാൻ LDF-ന്റെ യോഗം ചേർന്ന് തീരുമാനിച്ചത്. അത് അതല്ല രാഷ്ട്രീയത്തിൽ മാത്രമല്ല. ഇപ്പൊ തൊഴിൽ തർക്കം ഞാൻ പറയാം, തൊഴിൽ തർക്കമാണെങ്കിലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സമരങ്ങളാണെങ്കിലും എല്ലാം ഒരു വട്ടമേശയുടെ അടിസ്ഥാനത്തിൽ അല്ല. പലപ്പോഴും ആരെങ്കിലും മുൻകൈ എടുത്ത് അത്തരം ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ ആ മുൻകൈ എടുത്തത് ആരാണെന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. എല്ലാവർക്കും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. തിരുവഞ്ചൂർ രാഷ്ട്രീയ വീട്ടിൽ നിന്ന് ഞാൻ നടത്തുന്ന ചർച്ചകളിൽ നിന്നാണ് തുടങ്ങുന്നത്. രണ്ടു ദിവസം മുമ്പാണ്. ഇല്ല, സമരം ഒഴിവാക്കപ്പെടുന്നതിന്റെ കാര്യത്തിൽ അങ്ങനെ LDF-ന്റെ ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കും. എല്ലാവരും തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അല്ലല്ല സമരം അല്ല, സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആലോചന ഉണ്ടായെങ്കിലും സമരം തുടങ്ങിയതിന്റെ അടിസ്ഥാന ആ ദിവസമാണ് ശരിയായ ആലോചന നടന്നത്. അത് പെട്ടെന്നെടുത്ത ഒരു വൈകാരിക തീരുമാനമാവണം. കാരണം ഈ സമരത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ചുള്ള വീണ്ടും വിചാരം ഉണ്ടായി കാണില്ല. സമരത്തിന്റെ തലേദിവസമാണ്. സമരം വിഡ്രോ ചെയ്ത് 11-ാം തീയതിയാണ്. വിഡ്രോ ചെയ്യുന്നത് 13-ാം തീയതിയാണ്. 12-ാം തീയതിയാണ് സമരം. അതിന്റെ തലേദിവസമാണ്. പക്ഷെ സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമരത്തിന്റെ ആലോചന നടക്കുന്നെങ്കിലും LDF-ന്റെ കൂടാതെ തീരുമാനിക്കാൻ പറ്റുമോ? LDF സമരമല്ലേ ഇത്?
സമരം നടത്തുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. സമരം നടത്തിയപ്പോൾ മന്ത്രിസഭാ യോഗം ചേർന്ന് ജുഡീഷ്യൽ അന്വേഷണം നടത്താനും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ടേംസ് ചോദിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സമരം വിഡ്രോ ചെയ്യാൻ LDF തീരുമാനിച്ചു. പിൻവലിക്കണമെന്ന് ചർച്ച ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് ഒത്തുതീർപ്പ് പിൻവലിക്കണമെന്നുള്ളതില്ല, എങ്ങനെയെങ്കിലും ഒരു ഈ പ്രശ്ന പരിഹാരമാണ്. പിൻവലിക്കലായിരുന്നില്ല. സമരം തുടങ്ങുന്നതിന് മുമ്പ് ഒത്തുതീർപ്പിനുള്ള ശ്രമം തുടങ്ങിയെങ്കിൽ പോലും ഞാൻ അതിന്റെ ആദ്യഘട്ടത്തിലുള്ളൂ, രണ്ടാമത്തെ ഘട്ടത്തിലില്ല. എനിക്ക് കൃത്യത അറിയില്ല. ശ്രമം തുടങ്ങിയിരുന്നു. തിരുവനന്തപുരം വെച്ച് വീട്ടിൽ വെച്ചാണ്. അല്ല, ആ തിരുവനന്തപുരത്ത് വീട്ടിൽ വെച്ച് തിരുവനന്തപുരം ആ കൂടി അന്ന് വളരെ വിഷമത്തിലാണ്. കാരണം ഒരു കലാപം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായാൽ ആഭ്യന്തരമന്ത്രിയല്ലേ, അദ്ദേഹത്തിന്റെ ആശങ്കയുണ്ട്. അന്ന് ഉച്ചയ്ക്കോടുകൂടിയാണ്. അല്ല, സമരത്തിന്റെ തലേദിവസം 15-ാം തീയതിയാണ്. എന്നാണ് എന്റെ ഓർമ്മ. അതെ, 15-ാം തീയതിയാണ്. അതിനുശേഷം 15-ാം തീയതി വൈകുന്നേരമാണ് ജോൺ ബ്രിട്ടാസും ഞാനും തിരുവനന്തപുരത്തെ കാണുന്നത്. സ്വാഭാവികമായി അറിഞ്ഞു കാണുമല്ലോ. ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ഒരാള് മിടുക്കനായ ഒരാള് സ്വാഭാവികമായിട്ട് ആരെങ്കിലുമായി ചർച്ച ചെയ്യാതെ അത് ചാടുവോ? എന്താ ഞാനോ? ഞാൻ അറിയിച്ചില്ല. ജോൺ ബ്രിട്ടാസ് അറിയിച്ചു കാണും. അല്ല, സ്വാഭാവികമായിട്ടും നേതാക്കന്മാരിൽ കിട്ടിയ സൂചന അടിസ്ഥാനത്തിലായിരിക്കാം ഈ ടേംസ് ഓഫ് ജുഡീഷ്യൽ അന്വേഷണവും ടേംസ് ഓഫ് റെഫറൻസും മുഖ്യമന്ത്രി എന്നുള്ള ധാരണ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നു. സമരം അവസാനിപ്പിക്കണം തിരുവനന്തപുരം ആഗ്രഹം അങ്ങ് മനസ്സിലാക്കി. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സമരം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം CPM-ന്റെ നിരവധി നേതാക്കൾക്കുണ്ടായിരുന്നു. അവർ സ്വകാര്യ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരുമിച്ചല്ല കഴിഞ്ഞിരുന്നത്. ഉച്ചഭക്ഷണം ഒരുമിച്ച് കഴിച്ച സമയത്തൊക്കെ എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് കലയിൽ കൈവച്ച നേതാക്കളുണ്ട്, എന്ന് കലയിൽ കൈവച്ച ആളുകളുണ്ട്. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ അവസാനിച്ച് കിട്ടണം എന്ന് യൂരാക്കൊടുക്കലും രക്ഷപ്പെടണമെന്ന് CPM-ന്റെ നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം അതിനോട് യോജിച്ചിരുന്നില്ല. പിന്നീട് സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയുമായിട്ട് ചോദിക്കാതെ അങ്ങനെ തീരുമാനം വരില്ലല്ലോ. ഇത് എന്ത് ഡീലാണ്? ഇതെന്താ കാളക്കച്ചവടമാണോ? അല്ലല്ലോ. കേരളം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സമരം രണ്ടുപേരും പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഒരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി കേരളത്തിലെ രണ്ട് മുന്നണികളും മാന്യമായി എടുത്ത ഒരു തീരുമാനമായിട്ടാണ് ചരിത്രകാരൻ എന്നല്ല ഞാൻ രേഖപ്പെടുന്നത്. അതൊക്കെ തെറ്റായ കാര്യമാണ്. അതൊക്കെ വാദമൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അല്ല, സമരം തീർന്നപ്പോഴി അത് അതിൽ നിന്നും പിന്നീടുള്ള ഘട്ടങ്ങൾ വേറെ ഘട്ടമായല്ലോ. സമരം കഴിഞ്ഞു, വേറെ ഘട്ടത്തിൽ ശാന്തമായ അന്തരീക്ഷം വന്നല്ലോ. ആ ഘട്ടം കഴിഞ്ഞ ശേഷം ഞാൻ അതിന്റെ ഇടപെടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും രണ്ട് കൂട്ടരിൽ നിന്നുണ്ടായ ഒരു പൊതുവായ ആഗ്രഹം അവിടെ ഒരുമിച്ച് തീർന്നു എന്ന് പറഞ്ഞാൽ ശരി. നാടിന്റെ നന്മയ്ക്ക് ഇത്തരം ചർച്ചകൾ പലപ്പോഴും വേണ്ടിവരും. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കുള്ളിൽ ചിലപ്പോഴും മാന്യമായ കരാറുണ്ടാകേണ്ടി വരും. കൊലപാതക രാഷ്ട്രീയം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കൊല്ലുമ്പോൾ മാന്യമായ കരാറുണ്ടാക്കേണ്ടി വരും. തൊഴിൽ പ്രശ്നം വന്ന് സംഘർഷം ഉണ്ടാകുമ്പോൾ, തൊഴിലാളികൾ വിഷമത്തിലാകുമ്പോൾ കരാറുണ്ടാക്കേണ്ടി വരും. അത്തരം ഒരു മാന്യമായ കരാർ എന്ന് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. അതെനിക്കറിയില്ല. അത് CPM-ൽ കൂടിയാലും നടന്നോ ഇല്ലോ എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. CPM-ൽ അംഗം പോലും അല്ലാത്ത എനിക്ക് CPM-ൽ കൂടിയാലും നടന്നോ ഇല്ലോ എന്ന് എനിക്കറിയാൻ പറ്റുമോ? അത് കോൺഗ്രസിൽ നടന്ന കൂടിയാലും എന്താണെന്നുള്ളത് കോൺഗ്രസിൽ പുറത്തു വന്നാൽ എനിക്കറിയാൻ പറ്റുമോ?
ആ ചാപ്റ്റർ അവസാനിച്ചല്ലോ. ഉമ്മൻചാണ്ടി മരിച്ചു, ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനായി. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പോസ്റ്റ്മോർട്ടം ഇപ്പോൾ അനവസരത്തിലാണ്. അങ്ങനെ ഞാൻ കരുതുന്നില്ല. ജോൺ ബെക്കയെ ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ ഭക്തനാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടി വലിച്ചഴക്കാൻ ഒരിക്കലും ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അത് ആർക്കും ഭക്തരാവാനുള്ള അവകാശമുണ്ടല്ലോ. മുണ്ടക്കയോട് സംസാരിച്ചു. മുണ്ടക്കയത്തിന്റെ നിലപാട് വ്യക്തമാക്കി. സത്യമാണ്, മുണ്ടക്കയം എന്റെ സുഹൃത്താണ്. ഈ വിഷയം ഒഴിച്ച് ബാക്കി കാര്യങ്ങൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് അതറിയാൻ പറ്റില്ല. അത് അദ്ദേഹം പറയുന്നതും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള കാര്യം പറയുന്നതും ഞാനെങ്ങനെ പറയുന്നു. സോളാർ സമരം അവസാനിപ്പിക്കാൻ 2 പത്രപ്രവർത്തകർ ഇടപെട്ടുവെന്ന ജോൺ മുണ്ടക്കയത്തിന്റെ അവകാശവാദത്തോടുള്ള പ്രതികരണമാണ് കണ്ടത്. ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഡീൽ ആയിരുന്നില്ല. തിരുവഞ്ചൂരാണ് തന്റെ ഫോണിലേക്ക് വിളിച്ചത്. താനാണ് ജോൺ ബ്രിട്ടാസിന് ഫോൺ നൽകിയത്. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ സംസ്ഥാന നേതാക്കളിൽ നിന്നുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാകാം ജോൺ ബ്രിട്ടാസ് സംസാരിച്ചിട്ടുണ്ടാവുക എന്നുകൂടെ ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ ഡീലും ഉണ്ടായിട്ടില്ല എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6745, പവന് 53,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5630, പവന് 45,040. വെള്ളി ഗ്രാമിന് 92, കിലോ 92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്ത്യയിലെ ഫിറ്റ്നസ്